അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിഡ് ഡൈനാമിക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ വേണം. അത് നിങ്ങളെ 15,000 രൂപ ഉള്ളെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന നല്ല ഫോൺസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യത്തെ ഫോണാണ് സാംസങ്ങിൻ്റെ സാംസങ് F15 5G എന്ന് പറഞ്ഞ ഫോൺ. ഇതിൽ 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ, പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, പക്ഷേ പെട്ടി ചാർജറില്ല. പിന്നെ നല്ല വലിയ ബെസൽസ് വരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ മോഡൽ ഡ്രോപ്പ് നോച്ച് ആണ്, പഞ്ച് ഹോൾ അല്ല. അവരെന്തുകൊണ്ടോ പഞ്ച് ഹോൾ കൊടുത്തില്ല, പക്ഷെ കുഴപ്പമില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. പിന്നെ മോണോ സ്പീക്കേഴ്സ് ആണ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അല്ല. അതും എന്തുകൊണ്ടോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തില്ല, മോണോ സ്പീക്കേഴ്സ് ആണ്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ചിപ്സെറ്റിലോട്ട് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6100+ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുമ്പോൾ റേറ്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് എല്ലാ ഫോൺസിന്റെ റേറ്റ് പറയാം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഫോണിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി P1 എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൽ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അങ്ങനെ എല്ലാ പരിപാടിയും വരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലധികം ബ്ലോട്ട്വേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതാണ്, കാരണം ഇതിന്റെ ചിപ്സെറ്റ് വരുന്നത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7050 ചിപ്സെറ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഫോണാണ് പോക്കോയുടെ പോക്കോ X6 Neo 5G എന്ന് പറഞ്ഞ ഫോൺ. ഇതിൽ 108 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ എന്ന് വരുന്ന, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്, പെട്ടിയിലുണ്ട് ചാർജർ. പിന്നെ മോണോ സ്പീക്കേഴ്സ് ആണ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് ആണ്. നിങ്ങളൊരു പോക്കോ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫോൺ ഇഷ്ടപ്പെടും. പിന്നെ ചിപ്സെറ്റിലോട്ട് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6080 ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ഫോണാണ് മോട്ടോറോളയുടെ മോട്ടോ G64 5G എന്ന് പറഞ്ഞ ഫോൺ. ഇതിൽ 120 ഹെർട്സിന്റെ IPS LCD പാനലാണ്, AMOLED അല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പിന്നെ 50 മെഗാ പിക്സലിലെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്, 8 മെഗാ പിക്സലിലുള്ള അൾട്രാ വൈഡ് വരുന്നുണ്ട്. അതിന്റെ ഇമേജ് ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഓക്കെ. പിന്നെ 16 മെഗാ പിക്സലിലെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് ഒക്കെ ആണ് വരുന്നത്. സാധാരണ നമ്മൾ മോട്ടോറോള ഇറക്കുന്ന ഫോൺസ് എല്ലാം ഇച്ചിരി വാല്യൂ ഫോർ മണി ഫോൺസ് ആണ്, അത് കണക്ക് തന്നെയാണ് ഇതും. കുഴപ്പമില്ലാത്ത ഫോർ ദ പ്രൈസ് ഇത് നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിലെ ചിപ്സെറ്റിലോട്ട് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7025 ചിപ്സെറ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ iQടെ iQ C9X എന്ന് പറഞ്ഞ മൊബൈൽ ഫോണാണ്. ഇതിൽ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലാണ്, 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട്. അത് എല്ലാ ഫോണിലും വരുന്നതാണ്, വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ IP64 വാട്ടർ റെസിസ്റ്റൻസും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിന്റെ 610 ആണ്. നമ്മൾ കഴിഞ്ഞ 4 ഫോണിലും മീഡിയാടെക് ആണ്. എനിക്ക് പേഴ്സണലി മീഡിയാടെക്കിനേക്കാൾ സ്നാപ്ഡ്രാഗൺ ആണ് ഇഷ്ടം, പക്ഷെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്തായാലും സ്നാപ്ഡ്രാഗൺ 610 ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവസാനത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ വിവോ T3X എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൽ 120 ഹെർട്സിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്, 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ്, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, പിന്നെ 6000 mAh ബാറ്ററിയാണ്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെയാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ആണ്. IP64 റേറ്റിംഗ്, വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് നോർമലി വിവോ ഫോൺസ് അത്ര താല്പര്യം ഇല്ലാത്തതാണ്, പക്ഷേ ഈ വിവോ ഫോൺസിന്റെ ക്യാമറ ഒക്കെ അത്യാവശ്യം കൊള്ളാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ക്യാമറ ഒരു പ്രിഫറൻസ് ആണെങ്കിൽ വിവോ ഇത് ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ചിപ്സെറ്റിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 6 Gen 1 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ 15,000 താഴെയാണ് ഒരു മൊബൈൽ ഫോൺ നോക്കുന്നതെങ്കിൽ ഇതൊക്കെയായിരുന്നു എൻ്റെ സജഷൻസ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് ഇതിന്റെ റേറ്റ് പറയായിരുന്നു, അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ ഇതാണ്. അപ്പൊ ഈ പറഞ്ഞ ഫോൺസ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അണ്ടർ 15,000 നോക്കുകയാണെങ്കിൽ മോട്ടോറോള G64 5G എന്ന് പറഞ്ഞ ഫോണാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ മോട്ടോറോള എല്ലാവർക്കും വലിയ പരിചിതമായിട്ടുള്ള കമ്പനിയൊന്നുമില്ല, പക്ഷേ ഈ മോട്ടോറോളയൊക്കെ നല്ല കമ്പനിയാണ്. മോട്ടോറോള IQ എന്ന് പറഞ്ഞ ഫോൺ ബ്രാൻഡ്സ് ഒക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ചോയ്സ് മോട്ടോറോളയുടെ G64 ആണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം ഒരു ഓൾറൗണ്ടർ ആയിട്ട് നോക്കുകയാണെങ്കിൽ മോട്ടോറോള G64 5G ആണ്. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഫോൺസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ